ഒറ്റടിക്ക് ഒന്നും നിർത്തണ്ട, ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ആ പൈസ ഒന്ന് മാറ്റി വയ്ക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക, വല്ലതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഒരു തുടക്കം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ട് കാര്യം വെച്ചാൽ എല്ലാവരുടെയും നീഡ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഇത്രയും നാൾ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ എനിക്ക് മാസം എത്ര രൂപ ചിലവാക്കുന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഒന്നും കൂടി തരംതിരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങാനായിട്ട് ബഡ്ജറ്റ്, സ്വർണ്ണം വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്വർണ്ണം വാങ്ങാൻ പറ്റും. ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15% വരെ വേണമെങ്കിൽ ഈ ഗോൾഡിലേക്ക് വെച്ചിരിക്കണമെങ്കിൽ നന്നായിരിക്കും. ഇനി കടമുള്ള ആൾക്കാരാണ് െങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറിയ കടം ഈ വർഷം തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റട്ടെ. ഈ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എത്ര വേണം, നമ്മുടെ റിട്ടയർമെന്റ് എത്ര വേണം, നമ്മുടെ ഷോർട്ട് ടൈമിന് എത്ര വേണം എന്നൊക്കെ മനസ്സിലാവും. 5 വർഷത്തിന് മുകളിലുള്ള ഗോൾസിനുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ നമുക്ക് ഇങ്ങനത്തെ ഇക്വിറ്റി ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ആത്മാർത്ഥമായിട്ടൊരു നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിഖിൽ ഭായ്, 2024 നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. 2024 പുതിയ ആളുകൾ ആലോചിക്കുന്നത് 2024 എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ടിപ്പ് എന്ന രൂപത്തിൽ കൊടുത്തേക്കാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആൾക്കാർ, അതെ, ചില ആൾക്കാർ വെള്ളോടി നിർത്തും, ചില ആൾക്കാർ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ശ്രദ്ധിക്കുന്നത് ഉണ്ടാവുമല്ലോ. അപ്പം അതിനെക്കുറിച്ചായിട്ട് നമുക്ക് എന്തായാലും മലയാളികളുടെ പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളടി നിർത്താന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ശരിക്കും പറഞ്ഞാലും ഇൻ കേസ് നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും വെള്ളടിക്കണവരാണെന്നുണ്ടെങ്കിൽ വെള്ളടി നിർത്തട്ടെ, വളരെ നല്ല കാര്യം വെള്ളടി. കാരണം വെച്ചാൽ അവർക്ക് എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളടി വേണമെങ്കിൽ നിർത്താന്നുള്ളത്. നിർത്തണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ചിലവർ പറയും ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ മാത്രമേ വെള്ളടിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഈ ഫ്രണ്ട്സിനെ എല്ലാ ദിവസവും കാണുന്നുണ്ടാവും. അതിന് പകരം വേണമെങ്കിൽ അവരെ ആഴ്ചയിൽ മാത്രം കാണുന്നതാക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ മാത്രം കണ്ടിട്ടുള്ള ഫ്രണ്ട്സിനെ വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ കാണുന്നതാക്കാം. അപ്പോൾ വെള്ളടി കുറയും. അപ്പോൾ അതിൽ നമുക്കൊരു പൈസ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു നല്ലൊരു തുടക്കമാവും. ഇതേപോലെ വേണമെങ്കിൽ നമ്മളൊരു സിഗരറ്റ് വലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതും വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഒരു ദിവസം വലിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു അര പാക്കറ്റിലേക്ക് ആക്കണത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് ഒന്നും നിർത്തണ്ട, ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ആ പൈസ ഒന്ന് മാറ്റി വയ്ക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക, വല്ലതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഒരു തുടക്കം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ പലപ്പോഴും ഉള്ള കാര്യം വെച്ചാൽ ഇത് കമ്പൈൻഡ് ആണ്, ഹെൽത്ത് പ്ലസ് മണി എന്നുള്ളത് വേണമെങ്കിൽ കമ്പൈൻഡ് ആക്കാം. കാരണം പലപ്പോഴും ഈ വെള്ളടി നിർത്താന്ന് റെസപ്ഷൻ എടുക്കുന്ന ആർക്കും ഒരാഴ്ച കഴിഞ്ഞാൽ ആ പരിപാടി രണ്ടാമത് തുടങ്ങാറ് പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ ടൊബാക്കോ ആണെന്നുണ്ടെങ്കിലും അത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും തുടങ്ങാറ് പതിവ്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ഇവർ പറയും എനിക്ക് ഹെൽത്ത് നന്നാവണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ ചേർന്ന ഒരു പ്രക്രിയ നമ്മുടെ 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും വേണമെങ്കിൽ നടക്കാൻ പോവാം. എന്നിട്ട് ആ നടക്കൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 1 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് മനസ്സിലായി എനിക്കൊരു ഡിസിപ്ലിൻ വന്നെന്നുള്ളത്. നിങ്ങൾ എക്സസൈസിൽ എന്ത് ഡിസിപ്ലിനാണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യണത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ജിം കം യോഗ പ്രാക്ടീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ എന്ത് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മോൾക്കും വാരിക്കില്ലാണ്ട് പറ്റില്ല. എനിക്ക് അതിൽ നിന്ന് മുതലാക്കാൻ കണ്ടത് ആ 10 മിനിറ്റത്തെ അവരുടെ ഒപ്പം നിന്ന് ഞാനും എക്സസൈസ് ചെയ്യും. നമുക്കത് അവർ സാധാരണ ജിമ്മിലെ നമ്മൾ ടി വിയിലെ കാണൂലേ കൈയും കാലും മതിക്കണം. അപ്പോൾ ഞാനത് 10 മിനിറ്റിൻ്റെ മാത്രം. അപ്പോൾ അത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 മിനിറ്റ് തന്നെ നല്ല ടഫുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഒട്ടും എക്സസൈസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് ചെയ്യും. അത് ഞാൻ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ ഇത് ഇത്രയേ ഉള്ളൂ. ഈ സാധനം അങ്ങനെ റെഗുലറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിമ്മിലേക്ക് പോകുക അല്ലെങ്കിൽ ഷൂ വാങ്ങിയിട്ട് ഓടാൻ പോകുകയൊക്കെ വേണ്ടി ചെയ്യാം. അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ എന്താ പറയുക, ഞാൻ നന്നാവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു 5000 രൂപയുടെ അല്ലെങ്കിൽ 10000 രൂപയുടെ
ജിമ്മിലേക്ക് പോകാനുള്ള ഗിയർ വാങ്ങി വെറുതെ ഉള്ള കാശ് കളയണ്ടെന്നുള്ള ഒരു ആദ്യം ജിമ്മിൽ പോകണമെന്ന് ആലോചിച്ച് പയ്യെ ഒന്ന് നടന്നു തുടങ്ങും. ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയി ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ കാലത്ത് എണീക്കാനുള്ള ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോകാം. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എപ്പോഴും കാണാറുണ്ട് ജിം മെമ്പർഷിപ്പ് 1 കൊല്ലത്തിനൊക്കെ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓടാൻ വേണ്ടി നല്ല ഷൂസും നല്ല പാൻറ്റും ഡ്രസ്സൊക്കെ വാങ്ങും, കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ വാങ്ങും. അത് 20,000-10,000 അതൊരു 10,000 പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഷൂസ് വാങ്ങണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 5,000-6,000 രൂപ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യാതെ ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യാന്നുള്ളത് ഒരു കാര്യം ചെയ്യാവുന്ന കാര്യമാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ നമ്മുടെ മണി ടോക്സിൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഒന്ന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഇത്രയും നാൾ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ എനിക്ക് മാസം എത്ര രൂപ ചിലവാക്കുന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഒന്നും കൂടി തരംതിരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ നമുക്ക് എത്ര രൂപ നമ്മുടെ ചിലവിന് വേണം, എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കൽ, ഹൗസിങ്, എല്ലാത്തിനും. പിന്നെ നിർബന്ധമായിട്ടുള്ള നമ്മുടെ കുറച്ച് അടവുകളുണ്ട്, EMI, കുറി, അല്ലെങ്കിൽ ഇൻഷുറൻസ്, അതിൻ്റെ എത്രയുണ്ട് നോക്കാം. അപ്പോൾ ഈ പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാസം വേണ്ടത്. അപ്പോൾ അത് നമുക്കറിയാം, ഇതാണ് പൈസ, ഇതിനേക്കാളും വിട്ടുപോകരുത്. അതൊരു ഡിസിപ്ലിനിൽ. അപ്പോൾ ആദ്യം തന്നെ പലർക്കും ഈ ബഡ്ജറ്റ് ഉണ്ടാവില്ല, ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആക്ഷനിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് എത്രയെന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയണം, എൻ്റെ ബഡ്ജറ്റ് 50,000 രൂപയാണ് ഈ കാര്യത്തിന്. അപ്പോൾ 50,000 രൂപ വേണമെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായി. മനസ്സിലായി. ആ 50,000 കൂടി പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവ്. ഇനി അടുത്ത 12 മാസത്തേക്ക് 50,000 കൂടാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ. ഇതോടൊപ്പം ഇനി പറയണമെങ്കിൽ കുറേ പറയാനുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ക്വാർട്ടർലി പേയ്മെൻറ്റ്, സ്കൂൾ ഫീസ് ഉണ്ടാവും, ചിലപ്പോൾ സ്വർണം മേടിക്കാനായിട്ടൊരു ബഡ്ജറ്റ് മാറ്റി വെക്കണം, സ്വർണം വാങ്ങാനായിട്ട് ബഡ്ജറ്റ് അങ്ങനെ വേണമെന്നില്ല. ഇതൊക്കെ ഈസിയായിട്ട് നമുക്കിപ്പോൾ സ്വർണം വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്വർണം വാങ്ങാൻ പറ്റും. അത് ഇപ്പോൾ പൈസ എല്ലാ മാസവും മാറ്റി വയ്ക്കാതെ ചെയ്യാവുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വർണ്ണം വാങ്ങാനായിട്ട് എത്ര രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ മാസം ഒരു 1,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇപ്പോൾ പല ആൾക്കാരും പോയിട്ട് ഈ 5,000 രൂപ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ജ്വല്ലറി കൊണ്ട് കൊടുക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ആഭരണം വാങ്ങാമെന്ന് പറയും. അപ്പോൾ ഈ ആഭരണം തന്നെ അവിടെ നിന്ന് വാങ്ങുമ്പോൾ അതിൽ മേക്കിംഗ് ചാർജസ് ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവില്ല. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒരു 5,000 രൂപ ഗോൾഡ് SIP, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP ചേരാം. എന്നിട്ട് ആ ഗോൾഡ് SIP ഇനി ഗോൾഡ് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങേണ്ടത് ആ സമയത്ത് ഈ ഗോൾഡ് SIP വിറ്റിട്ട് നിങ്ങൾ പോയിട്ട് സ്വർണ്ണം വാങ്ങിക്കോ. പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യവും തമ്മിൽ മനസ്സിലാക്കണം. എനിക്ക് ഗോൾഡ് ആവശ്യമുണ്ടെങ്കിൽ ഗോൾഡ് വാങ്ങാം, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണെങ്കിൽ ഗോൾഡ് വാങ്ങണമെന്നില്ല. 2024 ഗോൾഡിന് ഫ്ലക്ച്വേഷൻ എന്തായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഒരു 15% ഗോൾഡ് ഉണ്ടാകുന്ന വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റീസ് ഗോൾഡും സിൽവറും കൂടി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഗോൾഡ് മാത്രമാണെങ്കിൽ ഒരു 10% തൊട്ട് 15% വരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് നല്ലതായിരിക്കും. ഇപ്പോൾ സാധാരണ കേസിൽ ഇക്വിറ്റി മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് കയറണേക്ക് അങ്ങനത്തേക്ക് ഒരു സാധനമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15% വരെ വേണമെങ്കിൽ ഈ ഗോൾഡിലേക്ക് വെച്ചിരിക്കണമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ബാങ്കിൻ്റെ സെക്ടർ നോക്കി, ഇതെല്ലാം 2024 എന്ത് സംഭവിക്കും നമ്മളൊരു സങ്കല്പങ്ങളാണ്. ഈ 2024 ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യത? അല്ല, ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി ഇത്തിരി ടോപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കൂട്ടിയിട്ടില്ല, കൂട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നിൽക്കണം. അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു ചെറിയ പോയിന്റ് കൂടി കൂടാൻ ചാൻസ് ഉണ്ട്, സാധ്യത. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചാൻസ് ഈ വർഷം കഴിയുമ്പോഴേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനാണ് ചാൻസ്. കാരണം എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് കുറയാനാണ് ചാൻസ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊരു നമുക്കൊരു കൂടുകയാണെങ്കിലും അത്ര അധികം കൂടില്ല, കൂടുതലും കുറയാനാണ് ചാൻസ്. സാധാരണ നമ്മൾ US മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യാറ്. അപ്പോൾ അത് നോക്കിയിട്ടാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ളൊരു ചാൻസ് ഇല്ല, പൊതുവേ കുറവാണ്. എന്നാലും ഇത് കൂടുകയാണെങ്കിൽ തന്നെ കുറച്ച് കൂടുള്ളൂ, 0.5 ഒക്കെ കൂടിയാലായി. നിങ്ങളൊരു ഷെയർ ബ്രോക്കർ, ഒരു എക്സ്പെർട്ട് എന്ന രൂപത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിച്ചു. അതായത് ഇപ്പോൾ 2024 ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അല്ല, ഷെയർ മാർക്കറ്റിൽ നമ്മളിപ്പോൾ സാധാരണ കേസിൽ ഞാനിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു ലോങ്ങർ ടൈമിലേക്ക്
ഈ 2024 മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 5 വർഷത്തേക്ക് വേണ്ടാത്ത പൈസ ഉണ്ടെന്ന് വിചാരിക്കും. ആ പൈസ നിങ്ങൾ 24 മാക്സിമം നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. 24 കൊണ്ടുവരണം. പക്ഷേ അതും പറഞ്ഞിട്ട് 24 അല്ലെങ്കിൽ തന്നെ 2 വർഷം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ ദയവേത് കൊണ്ടുവരരുത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2024 ഭയങ്കര വലിയൊരു ഇവൻ്റാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ചാൻസ് ഉള്ളൊരു ഒരു വർഷമാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് 2024 നല്ലതാണ്. നല്ലതുമാണെന്ന് പറയാം. അതൊരു ഒരു വാച്ച് ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ് 2024. അപ്പോൾ പക്ഷേ അതോടൊപ്പം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എത്ര വേണം, നമ്മുടെ റിട്ടയർമെൻറ്റ് എത്ര വേണം, നമ്മുടെ ഷോർട്ട് ടൈമിന് എത്ര വേണം എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു 5 വർഷത്തിന് മുകളിലുള്ള ഗോൾസിനുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ നമുക്ക് ഇങ്ങനത്തെ ഇക്വിറ്റി ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാത്തിനും ഇപ്പോൾ ഇത്രയും നാൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ബഡ്ജറ്റ് ഒരു മാസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്കുള്ള റിസർവ് ഫണ്ട് ഉണ്ടാകും നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പതുക്കെ കൂട്ടി സ്വരൂപിച്ചെടുക്കുക എന്നുള്ളത് 2004 ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധൻ, അങ്ങനെയല്ല വിദഗ്ധനൊന്നും പറയും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംമാതിരി വിദഗ്ധന്മാരുണ്ട്. അതിനൊരു വിദഗ്ധൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മളൊരു സ്റ്റുഡൻ്റാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞങ്ങൾക്ക് പറയല്ല, നിങ്ങൾ നമ്മളുടെ കാണുമ്പോൾ ഇപ്പം നമ്മളോടൊരാൾ ചോദിക്കുകയാണ് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ, ഞങ്ങൾ പെൻഡാഡിൽ സെക്യൂരിറ്റി സൊല്യൂഷൻ നിഖിലുണ്ട്, മണി ടോക്ക് വിത്ത് നിഖിൽ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, പുള്ളിയെ കണ്ടോട്ടെ. അപ്പം ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ. അല്ല, ഇത് വിദഗ്ധൻ ഞാൻ ഇത് വല എളിമ കളിക്കണം എന്നല്ല. പക്ഷേ ഇതിലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ കാരണം ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പം ചിലപ്പോൾ വിചാരിക്കും 2023 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ പ്രോഫിറ്റിലായിരിക്കും നിൽക്കണം. അപ്പോൾ അവർ വിചാരിക്കും അവർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ചു പ്രോഫിറ്റ് ഉണ്ടാവുന്നു. പക്ഷേ നമ്മൾ കുറച്ചുകളായിട്ട് മാർക്കറ്റുള്ളപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പഠിച്ചതൊന്നല്ല ഇനിയും വരാനിരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊരു നമ്മളിവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാന്നേ ഉള്ളൂ. ഇതിൻ്റെ സാമ്പത്തിക വിദഗ്ധനാകാൻ പഠിക്കുന്ന കുട്ടി അങ്ങനെ അത് വേണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ല, വിദഗ്ധരൊന്നും ആരും ആകുമ്പോൾ. പക്ഷേ ഇത് കാര്യത്തിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും അനുഗ്രഹം കിട്ടിയിട്ടുള്ള കാര്യം വെച്ചാൽ ഒത്തിരി ഡിഫറെൻ്റ് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ സാമ്പത്തിക പ്രോബ്ലംസ് അറിയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ട് കാര്യം വെച്ചാൽ എല്ലാവരുടെയും നീഡ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ടി വിയിൽ പലപ്പോഴും പലവരും വന്ന് പറയാറുണ്ട് അത് വെറുതെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ചിലവർക്ക് പറയാനുള്ള കഴിവുണ്ടാവാം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞത്. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മൾക്ക് ബെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ലാവർക്കും 2024 നല്ലൊരു വർഷമാട്ടെ, നല്ലൊരു വർഷമാട്ടെ. അപ്പോൾ എല്ലാവരും സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കട്ടെ, എല്ലാവരും ബഡ്ജറ്റ് ഉണ്ടാക്കട്ടെ, അതേമാതിരി എമർജൻസി ഫണ്ട് ഉണ്ടാക്കട്ടെ, ദുശീലങ്ങൾ മാറ്റിയിട്ട് അതിനെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഉണ്ടാകട്ടെ. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഒരു SIP എല്ലാവരും നിർബന്ധമായിട്ട് തുടങ്ങാനായിട്ട് ഹെൽത്തും ഗ്രോ ചെയ്യട്ടെ. അപ്പോൾ ഹെൽത്തും ഗ്രോ ചെയ്യട്ടെ. അപ്പോൾ ഈവൻ ഇനി കടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറിയ കടം ഈ വർഷം തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റട്ടെ. അല്ലെങ്കിൽ ഉള്ള കടത്തിൽ ഒരു 10% കൂട്ടി EMI അടയ്ക്കാൻ പറ്റട്ടെ. അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അല്ല, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 കഴിയുമ്പോൾ എല്ലാവരും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടട്ടെ. വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.